പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം അവനവന് ലഭിക്കും. അവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് തീയതാകിലും നല്ലതാകിലും അതിന് തക്കവണ്ണം അവൻ പ്രാപിക്കേണ്ടതാവും. അപ്പൊ അവിടെ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതിനൊക്കെ നമ്മൾ പ്രാപിക്കണം, നമ്മൾ അനുഭവിച്ചേ പറ്റൂ, അല്ലേ? പലതരത്തില് അത് നമുക്ക് സെക്കുലർ വേൾഡിലും ആ വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. പൊതുവെ ആളുകൾ പറയും അവനവൻ വിതയ്ക്കുന്ന അവനവൻ കൊയ്യും. ബൈബിളിലെ വാക്യമുണ്ട്. അപ്പോ നമ്മൾ വിതയ്ക്കുന്നത് നമുക്ക് ലഭിക്കും, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും, നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അതൊക്കെയാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ വചനത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നിങ്ങൾ പ്രാപിക്കേണ്ടതാകും. അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. എന്താണ്? നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നതിന് തക്കവണ്ണം പ്രാപിക്കാം. അപ്പൊ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്ന ആത്മീക അനുഭവത്തിന്റെ അല്ലെങ്കിൽ ആ തിരിച്ചറിവിന്റെ പ്രത്യേകത ഇരിക്കുന്നു. വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഭാഷയായിട്ട് അല്ല. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലരുടെ ജീവിതത്തിൽ ചില അപകടങ്ങളോ ചില രോഗപ്രശ്നങ്ങളോ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നത് രണ്ടാം ജന്മം. ഒരു വലിയ അപകടത്തിന്റെ മുമ്പിൽ ചെന്നു, പക്ഷെ അപകടം പറ്റാതെ രക്ഷപ്പെട്ടു, നമ്മൾ പറയും ഇത് രണ്ടാം ജന്മം. അത് രണ്ടാമത് ജനിച്ചൊന്നുമല്ല, ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് വീണ്ടും ഒരു ജീവിതം ആരംഭിച്ചു. അതുകൊണ്ടാണ് അതിനെ രണ്ടാം ജന്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ എന്തായിരുന്നോ അതിനപ്പുറമായി നമ്മൾ നമ്മെ തന്നെ മനസ്സിലാക്കുകയും അതിലേക്ക് വരികയും ചെയ്യുന്നതാണ് വീണ്ടും ജന്മം. അപ്പൊ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് അതൊരു ശാരീരികമായ പ്രക്രിയ അല്ല, അത് നമ്മുടെ തിരിച്ചറിവിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സോളും സ്പിരിറ്റുമായിട്ട് മാത്രം കണക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തിരിച്ചറിവിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, യേശുപത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴാണോ യഥാർത്ഥ ബോധ്യം ഉണ്ടാകുന്നത്, ആ ബോധ്യമാണ് ശരിക്കും വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ ആ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ തിരിച്ചറിയണം, അത് അങ്ങനെയാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അറിവാണ്. ആ തിരിച്ചറിവിനാണ് ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തില് 26-ാം വാക്യം, 28-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം, ഇവിടെല്ലാം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയപ്പെടുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ പറയുന്നത്, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ ആയിട്ട് മാറി. ലിവിങ് സോൾ, ജീവനുള്ള ദേഹിയായിട്ട് മാറി. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ മറ്റെല്ലാവറ്റിനെ കുറിച്ചും കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. എന്നാല് മനുഷ്യനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാത്രമാണ് കർത്താവിന്റെ ഇമാജിനേഷൻ, കർത്താവ് സങ്കല്പിക്കുക, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് നാം, അതായത് ഹിംസെൽഫ്, ദൈവത്തോട് തന്നെ പറഞ്ഞ വാക്ക്. അപ്പൊ അങ്ങനെ ദൈവം മനുഷ്യനെ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. പാപത്തിൽ വീണ മനുഷ്യൻ ആ സാദൃശ്യം നഷ്ടപ്പെടുത്തി. എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യം എന്താണെന്ന് യോഹന്നാൻ 4:24 പറയുന്നു, ഗാഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാണ്. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 24. അപ്പൊ അവിടെ ഈ ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26 കർത്താവ് പറഞ്ഞത്,
മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്റെ ഓൺ ഇമേജ് ആൻഡ് വിത്ത് ഓൺ ഹിസ് ലൈക്ക്നെസ്, അവന്റെ സ്വന്തം സാദൃശ്യവും സ്വരൂപത്തിലും അങ്ങനെ സൃഷ്ടിച്ചതായ മനുഷ്യനെ നമ്മൾ പിന്നെ കാണുന്നത് പാപം ചെയ്തു, ആ തേജസ് നഷ്ടപ്പെടുത്തി, ആ സാന്നിധ്യം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഇമേജ് നഷ്ടപ്പെടുത്തി. എന്നാൽ അതിനു മുമ്പ് തന്നെ അവനെ കുറിച്ച് പറയുന്നത് മാൻ ബിക്കം ലിവിങ് സോൾ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനായി തീർന്നത് ഇമോഷനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് അവൻ മാറി. ഇമോഷൻസ് അവനെ കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് അവൻ മാറി. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞത്, അവനെ കർത്താവ് സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിൽ അവൻ ആത്മാവായിട്ട് അവനെ സൃഷ്ടിച്ചു. ആത്മാവായിട്ട്, സ്പിരിറ്റ് ആത്മാവായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ശരീരമില്ല എന്നല്ല അർത്ഥം. നമുക്ക് ശരീരമുണ്ട്, പക്ഷെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മള് മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ഹോൾ ഐഡന്റിറ്റിയെ കുറിക്കുന്ന, പക്ഷെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവന്റെ ലൈക്ക്നെസ്സിനെ കുറിക്കുന്ന. അതായത് ശരീരമുണ്ട്, ചിന്തിക്കുവാൻ മനസ്സുണ്ട്, പക്ഷെ ആ ചിന്തയുടെ അകത്തിരിക്കുന്നതാണ് അവന്റെ റിയൽ പേഴ്സണാലിറ്റി, ദാറ്റ് ഈസ് സ്പിരിറ്റ്. അതായത് ഒരു ശരീരമുണ്ട്, മനസ്സുണ്ട്, മനസ്സിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ അവന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് ആത്മാവാണ്. അവൻ ആത്മാവിനെ നയിക്കപ്പെടേണ്ടത്. കാരണം ഒരു നമ്മള് ഏത് വിത്താണോ വിതയ്ക്കുന്നത് അതിന് തക്കവണ്ണമുള്ള ഫലമാണല്ലോ ലഭിക്കുന്നത്. ഗോതമ്പ് വിതയ്ക്കുമ്പം ഗോതമ്പാണ് ലഭിക്കുന്നത്, അരി വിതയ്ക്കുമ്പോൾ, നെല്ല് വിതയ്ക്കുമ്പോൾ അരിയാണ് ലഭിക്കുന്നത്, തേങ്ങ വിതയ്ക്കുമ്പോൾ തേങ്ങയാണ് ലഭിക്കുന്നത്. അപ്പൊ എവിടുന്നാണോ ഉത്പാദിപ്പിക്കപ്പെട്ടത് അതിന്റെ സെയിം പ്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെ? കർത്താവ് പറഞ്ഞത്, മരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതത് വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. അപ്പൊ ദൈവത്തിൽ അതത് തരം വിത്തുണ്ട്. ഈ സ്പിരിറ്റ്. അപ്പൊ അവനിൽ നിന്ന് ഉത്പാദിതമാകുന്നതെല്ലാം സ്പിരിറ്റ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. അപ്പൊ ഒരു വ്യക്തി ആത്മാവിനാൽ ജനിക്കുമ്പോൾ അവൻ ആത്മാവായി തീരും, ആത്മാവായിട്ട് മാറും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ആത്മാവിനാൽ ജനിച്ച വ്യക്തി ആത്മാവായിട്ട്, അതായത് വചനത്താൽ വീണ്ടും ജനിച്ചവൻ ആത്മാവായിട്ട് മാറി. അപ്പൊ ആത്മാവിൽ ജനിച്ചവൻ ആത്മാവ്. അപ്പൊ ദൈവത്തിന്റെ കാഴ്ചപ്പാട് മനുഷ്യൻ ആത്മജീവിയായിരിക്കണം. അതായത് ദൈവത്തോടുള്ള ബന്ധത്തിൽ സൂപ്പർ നാച്ചുറൽ റലത്തിൽ ജീവിക്കുന്നവരായിരിക്കണം എന്നാണ്. അതായത് മനസ്സിലുണ്ടായിരുന്ന ദൈവിക പദ്ധതി, ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് തൻ്റെ പ്രകൃതമുള്ള, തൻ്റെ നേച്ചറുള്ള മനുഷ്യൻ, അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമാണല്ലേ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. മറ്റൊന്നിനെ കുറിച്ചും അതിന്റെ രൂപവും ഭാവവും ഒന്നും മുന്നേ കൂട്ടി നിശ്ചയിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തു എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ ദൈവം ആദമിനെ കുറിച്ച് മാത്രമാണ് മുന്നേ കൂട്ടി അവന്റെ ഷേപ്പും രൂപവും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് സൃഷ്ടിക്കുന്നത്. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. എന്നാൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 2:7 പറയുന്ന പോലെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു. ദേഹം, അതായത് മനസ്സുകൊണ്ട് മനുഷ്യൻ കാര്യങ്ങൾ ചിന്തിക്കുന്നു. മനസ്സുകൊണ്ട്, മനസ്സെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇമോഷൻസ് എല്ലാം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നു. അവന് ഇമോഷണലായിട്ട് നമുക്കറിയാലോ, മനുഷ്യൻ വിഷമം വരുമ്പോൾ കരയുന്നു, സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നു, പ്രയാസം ഉണ്ടാകുന്നു, ചില പ്രയാസഘട്ടങ്ങളിൽ ദേഷ്യപ്പെടുന്നു, ഭയപ്പെടുന്നു. ഇത് മനുഷ്യന്റെ നേച്ചർ ഇങ്ങനെയായിട്ട് മാറി. ഇമോഷൻസ് അവനെ നയിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കറിയാം, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടുപോയ ആ ദൈവത്തോടുള്ള ബന്ധത്തെ നമുക്ക് മടക്കി തരാനായിട്ടാണ് യേശു വന്നത്. നമുക്ക് യേശു വന്നത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറഞ്ഞ ഒരൊറ്റ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്,
ആ, മനുഷ്യന്റെ രക്ഷയ്ക്ക് രക്ഷയുമായുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10:10 ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നത്. അപ്പൊ കർത്താവ് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി. അതായത് ജീവൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ആദാമിന്റെ പാപം, കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ വന്നത് മരിച്ചുപോയ മനുഷ്യന് ജീവൻ തരാനായിട്ടാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ആദാം മുതൽ മോശ വരെ മരണം വാണു. മരണത്തിന്റെ വാഴ്ചയുടെ കീഴിലായിരുന്ന ആദാമ്യ സന്തതിയെ മുഴുവൻ നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിട്ടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും ജഡരക്തങ്ങളോട് കൂടിയവനായി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിട്ടുവിച്ചു. അതാ കർത്താവ് ചെയ്യും. പ്രൈസ് ഗാഡ്. അതായത് പ്രിയപ്പെട്ടവരെ, ആ മരണം വാണുകൊണ്ടിരുന്നു. കാരണം എന്താ? ജഡത്തിലാണ് മരണം. അപ്പൊ കർത്താവ് മനുഷ്യനെ കുറിച്ച് പദ്ധതി ഇട്ടിരുന്നത് നിത്യജീവന, നിത്യമായ ജീവൻ. ഈ ഭൂമിയിൽ മനുഷ്യനെ ജഡം നൽകി, ശരീരം നൽകി മനുഷ്യനെ ഭൂമിയിൽ ആക്കിയപ്പോഴും കർത്താവ് ആഗ്രഹിച്ചിരുന്ന ഒരിക്കലും മനുഷ്യൻ മരിക്കണമെന്നല്ല, അവൻ നിത്യതയോടെ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളത് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും രണ്ടും കൂടെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇപ്പോഴും നന്മതിന്മകളെ കുറിച്ച് അറിയാൻ അവൻ നമ്മിൽ ഒരുവനെ പോലെയായി ഇപ്പോൾ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്ക് ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22, ജനസിസ് ചാപ്റ്റർ 3:22. എന്നാൽ നമുക്കറിയാം വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നൽകും. അപ്പൊ അവിടെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇട വരരുതെന്ന് പറഞ്ഞ കർത്താവ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ അതായത് അവിടെ പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ഈ പഴം പറിച്ച് തിന്നെന്നേക്കും ജീവിക്കാൻ ഇട വരരുത്. അപ്പൊ നമ്മൾ ആ വാക്യം ഒരു പ്രാവശ്യം വായിച്ച് നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, മനുഷ്യൻ എന്നേക്കും ജീവിക്കരുതെന്നാ ദൈവം ആഗ്രഹിച്ചത്. അങ്ങനല്ല, അവൻ പഴം പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇട വരരുതെന്നുള്ളതാണ്. എന്നാൽ ദൈവം നൽകി, അതായത് കർത്താവിന്റെ പദ്ധതി ഇതേ ഉള്ളൂ, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഇമേജ്, നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം മനുഷ്യന്റെ പരിശ്രമ ഫലമായി അവൻ തിരിച്ചു പ്രാപിക്കുക എന്നതിനപ്പുറത്ത് ദൈവം തന്നെ അത് നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യന്റെ പ്രയത്നഫലമായി അവൻ തന്നെ ആ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് ജീവിക്കാൻ ഇടവന്നാൽ ദൈവത്തോടുള്ള ബന്ധമില്ലാത്ത ജീവിതമായിരിക്കും ഉണ്ടാകും. പക്ഷെ ദൈവം ജീവവൃക്ഷത്തിന്റെ ഫലം തന്ന് അവനത് ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നേക്കും നിലനിൽക്കുന്നത്. അതായിരുന്നു കർത്താവിന്റെ പ്ലാൻ, അതായിരുന്നു കർത്താവിന്റെ ആഗ്രഹം. അപ്പോ നമുക്ക് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ജനസിസ് ചാപ്റ്റർ 3 ആ പഴം അവൻ പറിച്ച് തിന്നരുതെന്ന് ആഗ്രഹിച്ച് അവനെ പുറത്താക്കി. അതാ വചനത്തിൽ പറയുന്നത്. എന്നാല് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ ഇവിടെ കർത്താവ് യോഹന്നാനോട് പറയുന്ന കാര്യമാണ്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം, പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നൽകും. അതായത് എന്നേക്കും ജീവിക്കാൻ ഇടവരും. ആരാണ് ജയിക്കുന്നവൻ? ജയിക്കുന്നവൻ ആരാണെന്ന് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 1-ാം വാക്യവും 4-ാം വാക്യവും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 4-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലോകത്തെ ജയിക്കുന്ന ജയം നമ്മുടെ വിശ്വാസമാണ്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 1 John chapter 5 verse 4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു,
ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1 John chapter 5 verse 1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരാണ്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെ ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ആരാണ് ജയാളി? ആരാണ് ജയിച്ചവൻ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജയിക്കുന്നവന്, അതായത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം, പറുദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നൽകും. അതായത് നമ്മൾ ഈ വാക്യങ്ങളെ ഒരുമിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അവിടെ ആ പഴം പറിച്ചു തിന്നുക എന്ന് പറയുന്നത് അതൊരു സിംബോളിക്കൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ അതിന്റെ ഫെയ്ത്ത് ഉണ്ട്, അതിന് അവന് വരേണ്ട ഒരു ഉറപ്പുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം ഇത് തിന്നാൽ ഒരു നാൾ മരിക്കത്തില്ലെന്നുള്ള ഉറപ്പ്. എന്നാല് ഇവിടെ ഒരു പഴം പറിച്ച് തിന്നിട്ട് അവൻ ഫിസിക്കലി ഉള്ള എറ്റേണിറ്റി, അതായത് ജഡപ്രകാരം മരിക്കാതിരിക്കുന്ന അവസ്ഥ എന്നതിന് അതീതമായിട്ട് കർത്താവ് നൽകുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം, പറുദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നിട്ട് ആത്മാവിൽ എന്നേക്കും തന്നോടുകൂടെ വസിക്കുന്ന ജയാളികളായിട്ട് മനുഷ്യനെ മാറ്റുവാനാണ് കർത്താവിന്റെ പദ്ധതി. അതായത് ചിന്തിച്ചു നോക്കുക, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നവനായ മനുഷ്യൻ, നന്മതിന്മകളെ കുറിച്ച് അറിവ് ലഭിച്ചവനായ മനുഷ്യൻ, പിന്നെ അവൻ എന്നേക്കും ജീവിക്കും. പക്ഷെ അപ്പോഴും എന്ത് സംഭവിച്ചിട്ടില്ല? പിശാച് പരാജയപ്പെട്ടിട്ടില്ലാത്തിടത്തോളം ആമേൻ മനുഷ്യൻ പിന്നെയും ഈ പിശാചിന്റെ അടിമയായി തന്നെ എന്നേക്കും ജീവിക്കും, എന്നേക്കും ഒരു പരാജയമായി തന്നെ അവൻ തുടരും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? മരണാധികാരിയായ പിശാചിനെ നീക്കി. അതെ, ഹല്ലേലൂയ, മരണാധികാരിയായ പിശാചിനെ നീക്കിയിട്ട് ഹല്ലേലൂയ എന്നേക്കും ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അതാണ് ഞാൻ അതിന്റെ റെഫറൻസ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനമായിരിക്കും. എബ്രായ ലേഖനത്തില് ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 14 and 15, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മളെ വിടുവിച്ചു. എവിടുന്നാ വിടുവിച്ചത്? മരണഭീതിക്കകത്ത് വിടുവിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, അവിടെ സംഭവിച്ച കാര്യം എന്താ? അതായത് പാപനിമിത്തം ജഡം മരിക്കേണ്ടതാ, നീതി നിമിത്തം ആത്മാവ് ജീവൻ. നമുക്ക് അത് ആ വാക്യം കൂടെ നമുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കും. നമുക്ക് അത് ദൈവജനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവ് എന്താണ്? അതിന്റെ 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. അപ്പൊ ശരീരം മരിച്ചു. അപ്പം ശരീരം മരിച്ചിട്ട് സംഭവിച്ച കാര്യം എന്താ? ആത്മാവ് ജീവനായി മാറി. മരിച്ച ശരീരത്തിന് ആത്മാവ് ജീവനായിട്ട് മാറി. അപ്പൊ എന്തില്ല? മരണമില്ല. അപ്പൊ അവിടെ സംഭവിച്ച ഒരു കാര്യം ഇതാണ്, നമ്മൾ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് തീയതാകലും നല്ലതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതാകുന്നു. അപ്പൊ എന്താണ്? വീണ്ടും ജനിച്ചപ്പോ എന്താ സംഭവിച്ചത്? അവൻ ശരീരത്തിലല്ല, ഇപ്പോൾ അവൻ ആത്മാവില്ല. ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളമാണ് അവൻ ചെയ്യുന്നതിനും ഒക്കെ പ്രാപിക്കേണ്ടതായി വരുന്നത്. അവൻ ശരീരത്തിലിരുന്ന് ചെയ്ത നന്മയുടെയും തിന്മയുടെയും എല്ലാം എപ്പോഴാണ് അവൻ ആത്മാവിലായത്, അതോടുകൂടെ ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്താൽ വന്ന ജീവനും രക്ഷയും ഇവന്റെയും കൂടെ ഹല്ലേലൂയ വിശ്വസിക്കുന്നവന്റെയും കൂടെ ജീവിത അനുഭവമായിട്ട് മാറി. ഇനി ഒരു നാളും ആർക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്ന നിലവാരത്തിലേക്ക് അവൻ മാറി. അതാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തുവാട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുവാട്ടെ, ആ സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞുറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്,
ഞാൻ ക്രിസ്തുവിൽ നിന്നുള്ളവനാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബൈബിൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും. ഇത് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞ്, ശരീരത്തോട് പറഞ്ഞ്, നമ്മുടെ ബുദ്ധിയോട് പറഞ്ഞ്, നമ്മുടെ സാഹചര്യമോട് പറഞ്ഞ് നമ്മളിൽ ഉണ്ടാകേണ്ട രൂപാന്തരമാണ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, എങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം? അപ്പൊ ഈ പറഞ്ഞ സത്യമാണോ? അതായത് പ്രിയപ്പെട്ട, ഇത് ഒറ്റ ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമല്ല. ഈ വചനം നമ്മൾ കൂടെ കൂടെ ധ്യാനിച്ച്, വചനത്തെ തുടർച്ചയായിട്ട് ധ്യാനിച്ച്, ചിന്തിച്ച്, പ്രാർത്ഥിച്ച്, മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ആമേൻ. അത്ഭുതമെന്നല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ തിരിച്ചറിയണം. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവൻ, ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ, ദൈവത്തിന്റെ പൈതല. ഞാൻ ദൈവ പൈതലായി മാറിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഒരു തിന്മയും എന്നെ തൊടത്തില്ലെന്നുള്ള ആഴമേറിയ ബോധ്യമാണ് എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്, എന്നെ വാഴേണ്ടത്. അതായത് യേശു വന്നത് ജീവൻ ഉണ്ടാകുവാൻ, ജീവന്റെ സമൃദ്ധി നമുക്ക് നൽകാനുമായിട്ട്. അപ്പൊ ആർക്കാണ് ജീവൻ? അവനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് ജീവൻ. ആ ജീവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു താൻ കർത്താവ്, നമുക്കറിയാം, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്, അവൻ ആത്മാവിന് ശക്തിയോടെ ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ നടത്തപ്പെട്ടു, നിത്യാത്മാവിനാൽ തന്നെ അർപ്പിച്ചു. ഇതൊക്കെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിലാണ് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ കാണുന്നത്. അപ്പൊ ആ യേശു ക്രിസ്തുവിനോട് ചേരുക, അതായത് 1 കൊരിന്ത്യർ ലേഖനത്തില് നമുക്ക് ആ വാക്യം, 1 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 6-ാമത്തെ അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകും. അതായത് നമുക്കറിയാം, ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. കാരണം അവർ ദേഹമാണ്. ആദം എന്ന് പറയുന്നത് ശരീരപ്രകാരമുള്ളവനാണ്, ഹവ്വ ശരീരപ്രകാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർ ഒരു ദേഹമായി തീരും. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവ്, വൺ സ്പിരിറ്റ് ആയിട്ട് മാറുക. അപ്പൊ അത് എവിടെയാ സംഭവിക്കുന്നത്? ആത്മാവിലാണ്. അത് പ്രിയപ്പെട്ടവർ, ഇതൊരു വായനയായിട്ടോ അറിവായിട്ടോ അല്ല നിങ്ങളിൽ വരേണ്ടത്. ആമേൻ. ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായിട്ട് മാറും. ആമേൻ. എനിക്കൊരു ജഡമുണ്ട്, എനിക്ക് ചിന്തിക്കാനൊരു മനസ്സുണ്ട്, പക്ഷെ ഞാൻ ആത്മാവില്ല. ഐ എം എ സ്പിരിറ്റ്. ആത്മാവിൽ നിന്ന് ജനിച്ചതൊക്കെ ആത്മാവ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഐ എം എ സ്പിരിറ്റ് എന്ന റെവലേഷൻ നമ്മുടെ അകത്ത് വരുമ്പോൾ, ഞാൻ ആത്മാവാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ, ജഡപ്രകാരമുള്ള സകല ബലഹീനതകളെയും ജയിച്ചു മുന്നേറാനായിട്ട് അവർ ഒറ്റ വെളിപ്പാട് മതി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയാകട്ടെ, ജീവിതത്തിൽ നിൽക്കുന്ന ശാപങ്ങളാകട്ടെ, നിങ്ങളെ തളർത്തിക്കളയുന്ന എത്ര വലിയ പ്രതിസന്ധികളാകട്ടെ, അവയെ മുഴുവൻ ആമേൻ ജയിച്ചു മുന്നേറാനായിട്ട് ഈ ഒരൊറ്റ അറിവ് മതി, ഞാൻ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവനാണ്. ഞാൻ ജഡപ്രകാരമായിരുന്നപ്പോഴാണ് ജഡത്തിൽ ചെയ്യുന്നതിന് ജഡത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ഐ എം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിലായ എൻ്റെ ജീവിതത്തിനകത്ത്, ക്രിസ്തുവിലാകുമ്പോൾ എന്തൊക്കെയാണോ ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ചത്, അടിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്, അതിന്റെ റിസൾട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ ജഡം ചെയ്തതിന്റെ എല്ലാ തിക്തഫലങ്ങളും ഞാൻ അനുഭവിച്ചെങ്കിൽ, നന്മ ഞാൻ അനുഭവിച്ചെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തു ചെയ്തതിന്റെ എല്ലാ നന്മയും
ഞാൻ അനുഭവിക്കുന്നവനായിട്ട് മാറുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഈ ബോധ്യമുണ്ടോ? ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തോടെ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ തലമുറകളെയോ നിങ്ങളുടെ അനുഗ്രഹത്തെയോ പിശാചിന് തൊട്ടാൻ സാധ്യമല്ല. ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ഇതൊരു വെളിപ്പാടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. ആ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളെ മാറ്റിമറിക്കാൻ പവർഫുൾ ആണ്. കർത്താവ് അതിൽ നിങ്ങളെ നിലനിർത്തുമാറാകട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിനോടുള്ള വീണ്ടും ജനന അനുഭവം അവര് മനസ്സിലാക്കി പഠിച്ചുമൊക്കെ ഇരിക്കുന്നതിന് അതീതമായിട്ട് അവരുടെ അകത്തൊരു വെളിപ്പാടായിട്ട് അത് രൂപാന്തരപ്പെടട്ടെ കർത്താവെ. അതെ, അവർ ജഡത്തിൽ വസിക്കുന്നവരല്ല, ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തിൽ കാര്യങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജഡപ്രകാരമുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന ഭയവും നിരാശ ഭാരം എല്ലാം മാറിപ്പോട്ടെ. ജയാളികളാണെന്നുള്ള തിരിച്ചറിവിൽ വാഴുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. രോഗത്തെ, ശാപത്തെ, പ്രതിസന്ധികളെ അവർ ജയിച്ചു വാഴട്ടെ കർത്താവെ, ജയിച്ചു വാഴട്ടെ. ജയത്തിന്റെ മനോഭാവത്തോടുകൂടി അവർ വാഴട്ടെ കർത്താവെ. അങ്ങനെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാം നമ്മൾ ആഴ്ന്നു വയ്ക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇതൊരു തിരിച്ചറിവാണ്. ഐ മീൻ ക്രൈസ്റ്റ്. ഞാനത് വീണ്ടും പറയുക, നമ്മൾ അവനവൻ ജഡത്തിലിരിക്കുമ്പോൾ, അതെ, നിങ്ങൾ ജഡത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ യു ആർ ഇൻ ക്രൈസ്റ്റ്. യു ആർ ഇൻ ക്രൈസ്റ്റ്. ഇപ്പൊ ജഡത്തിലായിരുന്നപ്പോൾ ജഡം ചെയ്തതിന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നിങ്ങൾ അനുഭവിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾ യു ആർ ഇൻ ക്രൈസ്റ്റ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന്റെ നന്മ അനുഭവിക്കുന്നവരായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്, അല്ലേ? ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരട്ടെ. നിങ്ങൾ ഈ കുറ്റബോധം കൊണ്ട് ജീവിതത്തെ തള്ളി നീക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തു വന്നേ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്. അത് നിശ്ചയമായിട്ടും നിങ്ങൾ കരസ്ഥമാക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.